Hi beautiful hearts, this is Roni and you are watching Ron Sir. കേരളത്തിലെ ഹെൽത്ത് കെയറിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരള നേഴ്സുമാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ട്രൈക്കാണ്. മാർച്ച് സ്റ്റാർട്ടിങ് മുതലുള്ള സ്ട്രൈക്കാണ്. അപ്പം അവരുടെ അടിസ്ഥാന ശമ്പളം ഇപ്പോൾ 20,000 to 30,000 ഇപ്പോൾ ഉള്ളത്. അത് കൂട്ടണമെന്നുള്ളൊരു ആവശ്യമാണ്, 40,000 ആക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചേക്കുന്നത്. അപ്പം ഇതിന് ഇവരുടെ സ്ട്രൈക്കിനെ തുടർന്ന് ഗവൺമെൻറ് ഒരു റിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 25 to 30 ആക്കാമെന്നും ദിവസ വേജസ് 1,500 ആക്കാമെന്നുള്ളൊരു ഇത് റിവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവർ UNAയും നേഴ്സുമാരും ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. UNA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ അവരുടെ സംഘടനയാണ്. ഇത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തുടർന്ന് വീണ്ടും സ്ട്രൈക്ക് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ എറണാകുളത്തെ അവിടെ അവർ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സാലറി ഇൻക്രിമെൻറ്റ് മാത്രമല്ല. അപ്പോൾ അവർക്ക് ലാസ്റ്റായിട്ട് സാലറി ഇൻക്രിമെൻറ്റ് വന്നത് 2018 തുടർന്ന് അത് 2022 കണ്ട് ഭേദഗതി വരുത്താമെന്നൊരു പ്രസ്താവനയെ വന്നുണ്ടായിരുന്നു. പക്ഷേ അത് പാലിച്ചിട്ടില്ല ഇതുവരെ. അതിനെ തുടർന്നാണ് ഇവർ വീണ്ടും ഈ ഒരു സ്ട്രൈക്കിലേക്ക് വന്നത്. അപ്പം ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പല ഹോസ്പിറ്റലിലെ നേഴ്സുമാരും ഏതാണ്ട് 12 മണിക്കൂർ കൂടുതലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ അതായത് നേഴ്സ് ടു പേഷ്യൻ്റ്, അപ്പം അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. കൂടുതൽ പേഷ്യൻസിനെയാണ് ഒരു നേഴ്സിന് കൊടുക്കുന്നത്. അപ്പം അതും ഭയങ്കര ഒരു കൂടുതൽ ജോലിഭാരമാണ്. പിന്നെ അവരുടെ പല പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയാണ് അവർ ജോലിക്ക് വരുന്നതും. അപ്പോൾ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട്. അവർ പറയുന്നുണ്ട്, പല ഡോക്ടർമാരും ഒന്ന് ചോദിക്കുന്ന പോലുമില്ല, നേഴ്സ് ഭക്ഷണം കഴിച്ചോ എന്ന് ഒന്ന് ചോദിക്കുന്ന പോലുമില്ല. അവരൊരു ഒരു മാനസിക പരിഗണന പലപ്പോഴും ഇവർക്ക് കിട്ടുന്നില്ലാതായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ വഴി ചൂടുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, നമുക്ക് കാണാം. ഒന്നാമതേ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അതേപോലെയുള്ള ഒരു ഫീൽഡാണ്. ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു സെക്ടറാണിത്. അപ്പം എനിക്കും പലപ്പോഴും തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയും, പലപ്പോഴും ഇവരെ പല രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയി ഇത്രയും നോബിളായ ഒരു പ്രൊഫഷനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇവർക്ക് കിട്ടുന്ന കുറേ ആട്ടും തുപ്പും ഒക്കെയാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പല ഹോസ്പിറ്റലുകളിലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ അല്ലേ പോലും ചില ഹോസ്പിറ്റൽ അങ്ങനെയാണ്. അപ്പം അവരെ മെൻ്റലി അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത് വെറും ഒരു സാലറിയുടെ ഒരു പ്രശ്നം മാത്രമല്ല, അവരുടെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവരിതിൽ തുറന്നു പറയുന്നുണ്ട് ഈ ഒരു ഇതിൽ കൂടി. പിന്നെ ഇപ്പം ഇത് തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? കാരണം ഒന്നാമത് കേരള നേഴ്സസിൻ്റെ കാര്യം പുറത്ത് ഇൻ്റർനാഷണലി ഭയങ്കര ഡിമാൻഡാണ് കേരള നേഴ്സസിൽ. പക്ഷെ ലോക്കലി അവർക്ക് വേണ്ട ഒരു അംഗീകാരമോ അവർക്ക് വേണ്ട മിനിമം വേജസോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇത് ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന നേഴ്സുമാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ പോലും പിന്നെ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. UK, ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള സ്ഥലത്ത്, ജർമ്മനി പോലുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെക്കാട്ടി ഒരു 5 to 10 times അധികമാണ് പുറത്ത് കിട്ടുന്ന ഇവരുടെ സാലറി. പക്ഷേ ഇവർക്ക് സ്വന്തം നാട്ടിൽ ഇവർക്കൊരു വിലയിൽ കിട്ടുന്നുമില്ല, അവർക്കൊരു വേണ്ട മിനിമം വേജസ് പോലും കിട്ടുന്നില്ല. ഇത് എത്ര ഒരു മോശമായ ഒരു ഇതാണെന്ന് ആലോചിച്ചു. ഇത്രയും നോബിളായൊരു പ്രൊഫഷൻ, അതിന് അവർക്ക് വേണ്ട ഒരു അടിസ്ഥാന വേജസ് അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമാണല്ലേ. കാരണം ഇവർ എന്നു മുതൽ ഇതിനു വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങുന്ന ആൾ. അപ്പോഴും ഗവൺമെൻറ് ഉന്നയിച്ചൊരു പ്രശ്നം, പല ഹോസ്പിറ്റലുകാർക്കും ഇത് ഫിനാൻഷ്യലി വയബിൾ ആകണം എന്നില്ല. കാരണം അവർക്ക്
അവർ പറയുന്ന മെയിൻ റീസൺ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ്, അതുകൂടാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റും ഇതുവഴി കൂടും എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിൽ കുറച്ച് ഹോസ്പിറ്റലുകാർ ഇത് എഗ്രി ചെയ്തിട്ടുണ്ട്, പക്ഷേ എഗ്രിമെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ലീഗൽ മൈൻഡിലേക്കോ അത് വന്നിട്ടില്ല. അപ്പം ഈ വന്ന ഹോസ്പിറ്റലുകാരെന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റൽസാണ്. അവരെന്ന് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് നേഴ്സസിനെ വെച്ചിട്ടായിരിക്കും, അല്ലെ കുറച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ വെച്ചിട്ടായിരിക്കും അവരത് മാനേജ് ചെയ്യുന്നത്. അപ്പം ഈ നേഴ്സസ് വരാതിരിക്കും ആ ഹോസ്പിറ്റൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ അതിനെ തുടർന്ന് അവർ കുറച്ച് പേര് എഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ആസ്റ്റർ മെഡിസിറ്റി പോലുള്ള വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഇതിൽ എഗ്രി ചെയ്തിട്ടില്ല. അവർ അതിലേക്ക് ഇവർ പറയുന്ന അടിസ്ഥാന ഇതിലേക്ക് എത്തിയിട്ടില്ല. അതുകൂടാതെ അവർ ഉന്നയിച്ച വേറൊരു കാര്യമുണ്ട്. അതായത് പുതിയ ഒരു നേഴ്സ് അല്ലെങ്കിൽ പുതിയൊരാൾ ഫ്രഷർ പോലെ കയറുമ്പോൾ അവരുടെ മിനിമം ഇത് 15,000 അത് കൂട്ടണം, അത് 30 ആക്കണം എന്നും പറഞ്ഞൊരു ഇത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കോസ്റ്റ് ഓഫ് ലിവിങ് ഇത്രയും കൂടുതലായിരിക്കുന്ന ഒരു സമയത്ത് അവരാഗ്രഹിക്കുന്ന അവർക്ക് അടിസ്ഥാന ശമ്പളം പോലും ഇല്ലാതെ എങ്ങനെ അവർക്ക് അവരുടെ കുടുംബം നോക്കാൻ പറ്റും? അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് കൂടാതെ ഇതൊക്കെ ഇനി തുടർന്നു പോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ നഴ്സസ് ഷോർട്ടേജ് നമ്മുടെ നാട്ടിൽ വരും. ഇനിയും കൂടുതൽ ആൾക്കാർ വീണ്ടും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസും കൂടുതലാണല്ലേ. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ അവർ അർഹിക്കുന്ന ഒരു മിനിമം വേജസ് അവർക്ക് കിട്ടണം. അത് അവരുടെ അവകാശം തന്നെയാണ്. അതാണ് ഇപ്പം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അധികം താമസിയാതെ തന്നെ അവർ ആഗ്രഹിച്ച ഒരു നീതി അവർക്ക് കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു.